മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ് പത്മരാജൻ. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് വരെ അദ്ദേഹം മികച്ച കഥാപാത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പത്മരാജൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹത്തിന്റെ പണ്ടത്തെ ഒരു ഒരു റൈറ്റപ്പാണ് ഒരു മാഗസീന്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് ക്യാപ്ഷൻ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലും തോക്ക് താഴെ വെക്കട്ടെ പത്മരാജൻ എന്നാണ്. അത് നമുക്കറിയാം, പത്മരാജന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര മാസ് മസാല അല്ലെങ്കിൽ അതുപോലെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. അതിപ്പോ അദ്ദേഹം മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വെച്ച സിനിമകൾ, അവർ രണ്ടുപേരും അത്യാവശ്യം സൂപ്പർ താരങ്ങളായ ശേഷം അവർ വെച്ച് ചെയ്ത സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൂവാനത്തുമ്പികളായാലും അല്ലെങ്കിൽ നൊമ്പരത്തിപ്പൂവ്, കരിയിലക്കാറ്റ് പോലെ കുറെ സിനിമകൾ നമുക്കറിയാം, സീസൺ ഉൾപ്പെടെയുള്ള സിനിമകൾ. ഇതൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറോയിസം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളോ ഒന്നുമല്ല. അപ്പൊ പത്മരാജൻ ഇതിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 88 ആ ഒരു സമയത്തൊക്കെയാണ് തോന്നുന്നത്. കാരണം 86, 87 തൂവാനത്തുമ്പികളൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് മോഹൻലാൽ ഭയങ്കര തിരക്കിലോട്ട് പോയ കാരണം അദ്ദേഹം ഒരു പുതുമുഖത്തെ അദ്ദേഹത്തിന്റെ ഒരു കഥയ്ക്ക്, അതായത് ഒരുപാട് നാള് ഒരു മോഹൻലാലിനെ ഡബിൾ റോൾ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു പുതുമുഖത്തെ തേടി പത്മരാജൻ പോയി. ആ ഒരു സിനിമയായിരുന്നു അപരൻ. അതിലൂടെ നമുക്ക് ജയറാം എന്ന് പറഞ്ഞ ഒരു നടനെ ലഭിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സീസൺ എന്ന് പറയുന്ന ഒരു സിനിമയും മോഹൻലാലിനെ വെച്ച് ചെയ്തു. പക്ഷെ പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ ജയറാമിനെ വെച്ച് മൂന്നാം പക്കവും, അതുപോലെ തന്നെ ഇന്നലെ, പിന്നെ അപ്പുറത്ത് ഞാൻ ഗന്ധർവൻ, ഇങ്ങനെയൊക്കെയാണ് പിന്നെ അദ്ദേഹം പോയത്. പിന്നെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയുണ്ട് വിശേഷിക്ക് ജോഷിക്ക് വേണ്ടി, അതായിരുന്നു ഈ തണുത്ത വെളുപ്പം കാലത്ത്. അത് മമ്മൂട്ടിയായിരുന്നു. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഹീറോയിസം സിനിമയല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡലുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്, മധു മുതൽ ജയറാം വരെയുള്ള നിരവധി ആർട്ടിസ്റ്റുകളൊത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുകയല്ല എന്ന തോന്നലൂടെ അനായാസമായി അഭിനയിക്കാൻ കഴിയുന്ന നടൻ മോഹൻലാൽ മാത്രമാണ്. ഇതിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ അഭിനയ മികവിനെ കുറിച്ച്, മോഹൻലാലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം മോഹൻലാൽ ജീവൻ നൽകി എന്നതിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. അതായത് വളരെ അപൂർവം ആർട്ടിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണത്. ഇത്ര ഫ്ലുവൻസി ഉള്ള അഭിനേതാവ് വേറെ ആരും നമുക്കില്ല. അഭിനയിക്കുന്ന സമയത്ത് ഒരു അഭിനേതാവിന് മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന ചില്ലറ മൂമെന്റ്സ് ഉണ്ട്. കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയിലെ ഒരു രംഗമാണ് പെട്ടെന്ന് ഉദാഹരണമായി എന്റെ മനസ്സിലേക്ക് വരുന്നത്. അടഞ്ഞുകിടക്കുന്ന ഒരു വീട് ലാൽ തുറന്ന് മുറിയിലെ മേശ തുറന്ന് കുറെ ഫോട്ടോകളും എഴുത്തും പരിശോധിക്കുന്ന ഒരു സീൻ അതിലുണ്ട്. ലാലിന്റെ അഭിനയത്തിന്റെ അസാധാരണമായ അനായാസതയെ പറ്റി ശ്രദ്ധിക്കുന്നവർ ഈ രംഗം ഒന്ന് കാണണം. ലാലിന്റെ പെർഫെക്ഷന്റെ വൃത്തി അവിടെ കാണാം. സാധാരണ രീതിയിൽ ആ രംഗത്ത് നടൻ വളരെ കൃത്രിമമായി പെരുമാറാം, അഭിനയിപ്പിച്ച് ബോറടിപ്പിക്കാം. പക്ഷെ ലാൽ തനിക്ക് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ ഉദ്ദേശിച്ചത് വളരെ നാച്ചുറൽ ആയിട്ട്, നമുക്കറിയാം മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. അദ്ദേഹം എന്താ പറയാ, അതുവരെ വളരെ എന്താ പറയാ തമാശയായിട്ട് നടക്കുന്ന ഒരാളെ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതായത് മോഹൻലാൽ ഒരു മോഹൻലാൽ തന്നെയാണ്. അതായത് അദ്ദേഹം എന്തുകൊണ്ട് ഒരു സുപ്രധാനമായി എന്നുള്ളതിന്റെ ഒരു കാരണം എല്ലാവരും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ പത്മരാജനും പറഞ്ഞിരിക്കുന്നത്. കാരണം പത്മരാജന്റെ അത്ര ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു. അതായത് പത്മരാജന്റെ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ അവസാന കാലത്തൊക്കെ അദ്ദേഹം ഏത് സ്ക്രിപ്റ്റ് എഴുതിയാലും ആദ്യം മനസ്സിൽ വരുന്ന ഒരു നടൻ മോഹൻലാൽ ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം മരിച്ച ശേഷം, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മോഹൻലാലുമായി അധികം സിനിമകൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിലും അതിനുശേഷം അദ്ദേഹം മോഹൻലാലിനെ വെച്ച് ഒരുപാട് സിനിമകൾ അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഗന്ധർവ്വയിലെ ആ നടനെയും വെച്ച് നിതീഷ് പൃഥ്വിരാജിനും മോഹൻലാലിനെയും രണ്ടുപേരും ജ്യേഷ്ഠാനുചരം എന്താ പറയാ അനുചരന്മാരായ ഒരു കഥയൊക്കെ ആലോചിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് പല റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അദ്ദേഹം വേറെ നമ്മുടെ ദേശാടനക്കിളി കരയാറില്ല എന്നുള്ള സിനിമയിൽ അതിൽ അവസാനം ഈ രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ആ മരണത്തിന്റെ കാരണം ലാലിന്റെ കഥാപാത്രമാണ്. അതിന്റെ ആഘാതം മുഴുവൻ താങ്ങുന്ന ലാലിന്റെ ഒരു ക്ലോസപ്പിലാണ് ആ ചിത്രം അവസാനിക്കുന്നത്. ആ ഒരു മുഹൂർത്തത്തിൽ ഒരുമാതിരിപ്പെട്ട നടന്മാരൊക്കെ ആണെങ്കിൽ അഭിനയിച്ച് വഷളാക്കും. അതായത് ഒരു തമാശ രൂപേണയാണ് പത്മരാജൻ പറഞ്ഞിരിക്കുന്നത്. കാരണം വളരെ ഓവർ ആക്ടിങ്ങിലൂടെയൊക്കെ മറ്റു നടന്മാർ ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ മോഹൻലാൽ അവിടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അഭിനയമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് ഉള്ളിൽ ആ ഷോക്ക് ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ലാൽ വളരെ അനായാസമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. റിഫൈൻഡ് ആക്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ അടുത്ത കാലത്തായി ലാൽ എന്ന നടന്റെ കഴിവ് മനസ്സിലാക്കി ആരും വേഷങ്ങൾ നൽകുന്നില്ല. പ്രേക്ഷകരും നമ്മുടെ നിർമ്മാതാക്കളും ലാലിനെ ആ തരത്തിൽ കാണുവാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു.
ലാൽ ഉണ്ടെങ്കിൽ തോക്ക് കയ്യിൽ കൊടുക്കണം, കുറെ അക്രോബറ്റിക്സ് കാണിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ നടുവിലാണ് ലാൽ വന്ന് പെട്ടിരിക്കുന്നത്. അത് എനിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അമർഷമായിരിക്കാം. ഒരു പക്ഷെ അദ്ദേഹം വന്ന് ഒരുപാട് സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ ആലോചിച്ച സമയത്തൊക്കെ മോഹൻലാലിനെ കിട്ടാതെ അദ്ദേഹം അന്ന് ഈ പറഞ്ഞ പോലെ 20-ാം നൂറ്റാണ്ടും നാടുവാഴികൾ പോലത്തുള്ള സിനിമകൾക്കൊക്കെ ഡേറ്റ് കൊടുത്തതൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി തോക്ക് താഴെ വെക്കണമെന്ന് ചിത്രഭൂമി എഴുതി. ലാലിന്റെ കാര്യത്തിലും ഇത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വന്ന് ന്യൂഡൽഹി കഴിഞ്ഞിട്ട് കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് സിനിമകളുടെ ഒക്കെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം പറഞ്ഞത്. അതിന് മറ്റാരെക്കാളും ബോധപൂർവ്വം ശ്രമിക്കേണ്ടത് ലാൽ തന്നെയാണ്. ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഒരു മികച്ച നടനെ, ഇരുത്തമെന്ന നടനെ ഇനിയും അവതരിപ്പിക്കാനാവും. പക്ഷെ സൂക്ഷിക്കണം. അതായത് വളരെ ഒരു എന്താ പറയാ, ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ലാലിന്റെ എന്താ പറയാ നല്ല സിനിമകൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അന്നൊക്കെ ഈ പറയുന്ന 87-ലും 88-ലൊക്കെ അദ്ദേഹം ചെയ്ത നാടുവാഴികളായാലും 20-ാം നൂറ്റാണ്ടായാലൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത സിനിമകളാണ്. ഇപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്ന സിനിമകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ് 2000 ആയപ്പോൾ നമുക്കറിയാം നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു. നരസിംഹം ഭയങ്കര ഹിറ്റായി. അതിന് മുമ്പ് ആറാം തമ്പുരാനുണ്ട്. നരസിംഹം ഹിറ്റായി കഴിഞ്ഞപ്പോൾ അത് വേറെ ലെവൽ, ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ എന്നുള്ള രീതിയിൽ മോഹൻലാൽ പിന്നെ കുറേ സിനിമകൾ ചെയ്തു. നമുക്കറിയാം അതിന് ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഇടയ്ക്ക് മാടമ്പി എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ ഇടയ്ക്ക് ഈ പറയുന്ന പോലത്തെ അധികം ഒരു ഹീറോയിസം ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള സിനിമകളാണ് ചെയ്തത്. സത്യനന്ദിക്കാണ്ട് രസതന്ത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ 2010 കാലഘട്ടങ്ങളാണ്. അപ്പൊ ആ സമയത്തും ഇതുപോലെ തന്നെ വിമർശനം വന്നിരുന്നു. നരസിംഹത്തിന് ശേഷം, അതായത് മോഹൻലാലിനെ നരസിംഹം വഴിതെറ്റിച്ചു, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ഒരു സിനിമയുടെ വിജയം കാരണം മോഹൻലാൽ പിന്നീട് അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ രഞ്ജിത്ത് വരെ, നരസിംഹം എഴുതി രഞ്ജിത്ത് വരെ പിന്നീട് പ്രാഞ്ചേട്ടൻ പോലത്തെ സിനിമകളൊക്കെ എഴുതിയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് മമ്മൂട്ടി വെച്ച് എനിക്ക് ഇതുപോലത്തെ സിനിമകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്, മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്, ലാലിന്റെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. നമുക്കറിയാം അദ്ദേഹം മോഹൻലാൽ വളരെ മികച്ച സിനിമകളും എന്താ പറയാ പല ജോണറുള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയാണ് കൂടുതൽ ഇപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റൽ സിനിമകളൊക്കെ ചെയ്യുന്നത്. എന്തായാലും പത്മരാജൻ പോലും ഇന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ ഈ അടുത്താണ് ആർട്ടിക്കിൾ വായിച്ചത്. എനിക്ക് തോന്നുന്നു ചിത്രഭൂമി തന്നെയായിരിക്കും അത്. എന്തായാലും ഈ പത്മരാജൻ പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്ന് കൈയടിക്കുന്ന ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമകളെ കുറിച്ചാണ് പത്മരാജൻ പറഞ്ഞത് മോഹൻലാൽ അത്തരത്തിലുള്ള സിനിമകൾ നിർത്തണം എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാം.